ഹലോ, പണ്ടൊക്കെ നമ്മുടെ ചായക്കടയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പലഹാരമാണ് ബ്രെഡ് പൊരിച്ചത്. അപ്പോൾ അതാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിക്കാതെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ത്രികോണ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, വേറെ രീതിയിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ട മാവ് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് മൈദ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 250 ml ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അത് നിറച്ച് മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഗ്ലാസ്, സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ്സോളം അരിപ്പൊടി ചേർക്കാം. ഇനി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര. ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടുതൽ വേണ്ടവർ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണേ നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂണോളം എള്ള്, ഇത്രയും കൂടെ ചേർക്കുക. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് മാവൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒരുമിച്ച് ഒഴിക്കണ്ട, കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒരു 3-4 തവണയായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കുമ്പോൾ കട്ടയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറഞ്ഞത്. ഒരുപാട് അങ്ങ് ലൂസായി പോവണ്ട, കുറച്ച് കട്ടിക്ക് വേണം മാവ് റെഡിയാക്കിയെടുക്കാൻ. പിന്നെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് അത് ഇതിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോട്ട് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് കുതിർന്ന് പോകും. അതുകൊണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ബ്രെഡ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ഫ്രൈ ചെയ്യുന്നതിനുള്ള ബ്രെഡ് അപ്പോൾ തന്നെ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ നേരം നമ്മൾ മാവിൽ മുക്കി വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ബ്രെഡ് കുതിർന്നു പോകും. അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിനൊന്നും കിട്ടില്ല. ഇനി 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നവരെ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും ഏകദേശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഏകദേശം പാകമായിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പാകമാകുമ്പോൾ വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചായക്കടയിലെ ബ്രെഡ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.